ഹായ്, വെൽക്കം ടു പാറൂസ് കൊമേഴ്സ് അക്കാദമി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കാൽക്കുലേഷൻ ഓഫ് പ്രൊവിഷനാണ്. അപ്പോൾ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളുടെ നഷ്ടം അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു ബാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഒരു എമൗണ്ട് മാറ്റിവെക്കുന്നതാണ് പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ബാങ്ക് ഏതൊക്കെ അസറ്റിന് എങ്ങനെയൊക്കെയാണ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണതെന്ന് നമുക്ക് നോക്കാം. ഇനി ഈ ബാങ്കിൻ്റെ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാങ്ക് നമ്മൾക്ക് തരുന്ന, അതായത് പബ്ലിക്കിന് കൊടുക്കുന്ന ലോണാണ് ബാങ്കിൻ്റെ അസറ്റ്. അപ്പോൾ ആ അസറ്റുകളെ മെയിനായിട്ട് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്: സ്റ്റാൻഡേർഡ് അസറ്റ്, സബ് സ്റ്റാൻഡേർഡ് അസറ്റ്, ഡൗട്ട്ഫുൾ അസറ്റ്. അതിൽ സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ബാങ്കിന് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും സൃഷ്ടിക്കാത്ത അസറ്റുകൾ, അതായത് റിസ്ക് കുറഞ്ഞ അസറ്റുകൾ, അതായത് കറക്റ്റായിട്ട് പേയ്മെൻറ്റ് കിട്ടുന്ന അസറ്റുകളാണ് സ്റ്റാൻഡേർഡ് അസറ്റ്. സബ് സ്റ്റാൻഡേർഡ് അസറ്റും ഡൗട്ട്ഫുൾ അസറ്റും നോൺ പെർഫോമിംഗ് അസറ്റിൽ വരുന്നതാണ്. നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 90 ദിവസമായിട്ടും വരുമാനം ഒന്നും കിട്ടാത്ത അസറ്റുകളെയാണ് നോൺ പെർഫോമിംഗ് അസറ്റ്. 90 ദിവസം മുതൽ അല്ലെങ്കിൽ 90 ദിവസമായിട്ടും റീപേയ്മെൻ്റ് ഒക്കെ മുടങ്ങിക്കിടക്കുന്ന അസറ്റുകളെയാണ് നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്നത്. അതിലൊന്നാണ് സബ് സ്റ്റാൻഡേർഡ് അസറ്റ്, അതായത് ഒരു വർഷം വരെ ആയി, അതായത് 12 മാസത്തിൽ താഴെയായിട്ട് പേയ്മെൻറ്റ് ഇതുവരെ ഒന്നും കറക്റ്റായിട്ട് കിട്ടാത്ത അസറ്റുകൾ സബ് സ്റ്റാൻഡേർഡ് അസറ്റും, 12 മാസത്തിന് മുകളിൽ ഒരു വർഷത്തിന് മേലെയായിട്ട് പേയ്മെൻറ്റൊക്കെ മുടങ്ങിക്കിടക്കുന്ന അസറ്റുകളെ ഡൗട്ട്ഫുൾ അസറ്റ്സിലും പെടുത്തും. ഇനി ഡൗട്ട്ഫുൾ അസറ്റ്സ് തന്നെ 3 രീതിയിലുണ്ട്. ഒരു വർഷം വരെ പേയ്മെൻറ്റ് ഡൗട്ട്ഫുള്ളായിട്ടുള്ളത്, ഒരു വർഷം മുതൽ 3 വർഷം വരെ ഡൗട്ട്ഫുള്ളായിട്ടുള്ളത്, ദെൻ 3 വർഷത്തിന് മേലെ ഡൗട്ട്ഫുള്ളായിട്ടുള്ളത്. പിന്നെ അടുത്ത അസറ്റാണ് ലോസ് അസറ്റ്, അതായത് നഷ്ടപ്പെട്ടു, കിട്ടൂല എന്ന് ഉറപ്പുള്ള അസറ്റ്. ഇത്രയും അസറ്റ്സാണ് നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണത്. അപ്പോൾ അതിൽ സ്റ്റാൻഡേർഡ് അസറ്റിൻ്റെ പ്രൊവിഷൻ എപ്പോഴും 0.4% നമ്മൾ ക്രിയേറ്റ് ചെയ്യണത്. അതായത് 10 ലക്ഷം ആണെങ്കിൽ 10 ലക്ഷം ഇൻറ്റു 0.4/100, 40% അല്ല, 4% പോയിൻ്റ് ഇടണം. 0.4/100 ആണ് സ്റ്റാൻഡേർഡ് അസറ്റ്. സബ് സ്റ്റാൻഡേർഡ് അസറ്റിൽ സെക്യൂർഡ്, അതായത് സെക്യൂരിറ്റി നമുക്ക് കിട്ടിയതും ഉണ്ടാകാം, സെക്യൂരിറ്റി ഇല്ലാത്തതും ഉണ്ടാകാം, സെക്യൂർഡും അൺസെക്യൂർഡും ഉണ്ട്. അപ്പോൾ സബ് സ്റ്റാൻഡേർഡ് അസറ്റിൽ സെക്യൂരിറ്റി ഉള്ളതിന് 15%, അൺസെക്യൂർഡിന് 25% ക്രിയേറ്റ് ചെയ്യണത്. ഇനി ഡൗട്ട്ഫുൾ ഡെറ്റിൽ 3 കേസാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ഈ 3 കേസിലും അൺസെക്യൂർഡ് പോർഷന് നമ്മൾ 100% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യും. അതായത് 1000 രൂപയുടെ അൺസെക്യൂർഡ് പോർഷൻ ആണെങ്കിൽ 1000 രൂപയും പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യും. ഇനി ഒരു വർഷം വരെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ളതിന് സെക്യൂർഡ് പോർഷന് 25%, അൺസെക്യൂർഡിന് 100%. അടുത്ത സെക്ഷനിലും 1 മുതൽ 3 വരെ വർഷങ്ങൾ ഡൗട്ട്ഫുൾ ആയിട്ടുള്ളതിൽ സെക്യൂർഡിന് 40%, അൺസെക്യൂർഡിന് 100%. ഞാൻ ഓൾറെഡി പറഞ്ഞു, അൺസെക്യൂർഡിന് ഫുൾ 100%. ഇനി മോർ ദാൻ 3 ഇയേഴ്സ് ആണെങ്കിലോ സെക്യൂർഡ് ആയാലും അൺസെക്യൂർഡ് ആയാലും 100%. ലാസ്റ്റ് ലോസ് അസറ്റിന് 100%. അങ്ങനെ നമുക്ക് ഓരോ അസറ്റും ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ടാവും. അത് വെച്ച് ഇത് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ടോട്ടലാണ് നമ്മൾ പ്രൊവിഷൻസ് എന്ന് പറഞ്ഞ പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസിൽ എഴുതുന്നത്. അപ്പോൾ പ്രൊവിഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ നമ്മളോട് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കാണ്, അതായത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കാണ്. സ്റ്റാൻഡേർഡ് അസറ്റ് തന്നിട്ടുണ്ട് 1 lakh, സബ് സ്റ്റാൻഡേർഡ് അസറ്റ് സെക്യൂർഡ് 10,000, അൺസെക്യൂർഡ് 3,000. ദെൻ ഡൗട്ട്ഫുൾ അസറ്റ്സ് അപ് ടു 1 year 7,000, അപ് ടു 3 year 4,000, മോർ ദാൻ 3 year 2,000. ഇങ്ങനെയാണ് നമുക്ക് തന്നേക്കുന്നത്. പിന്നെ ലോസ് അസറ്റ് 5,000. ഇവിടെ നമ്മളോട് ഈ ഡൗട്ട്ഫുൾ ഡെറ്റിൽ, അതായത് ഡൗട്ട്ഫുൾ അസറ്റ്സിൽ 1 year ആയാലും 3 year ആയാലും മോർ ദാൻ 3 year ആയാലും നമുക്ക് സെക്യൂർഡ് ആണെന്നോ അൺസെക്യൂർഡ് ആണെന്നോ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് സെക്യൂർഡ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യണത്. പ്രത്യേകിച്ച് അത് എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ സെക്യൂർഡ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യണത്. അൺസെക്യൂർഡ് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ എടുത്ത് പറയും അൺസെക്യൂർഡ് എന്ന്. അപ്പോൾ മാത്രം നമ്മളത് 100% എടുത്താൽ മതി. അല്ലാതെ വെറുതെ ആ 3 ഐറ്റം മാത്രമേ തന്നിട്ടുള്ളൂങ്കിൽ അതിനെ നമ്മൾ സെക്യൂർഡ് ആയിട്ട് വേണം ട്രീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം സ്റ്റാൻഡേർഡ് അസറ്റ് 1 ലക്ഷമാണ്. നമ്മൾ സ്റ്റാൻഡേർഡ് അസറ്റിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്? അപ്പോൾ എമൗണ്ടിൻ്റെ കോളത്തിൽ 1 ലക്ഷം എഴുതുക. പെർസെൻറ്റേജ് എത്രയാണ് പറഞ്ഞത്? 0.4. അപ്പോൾ കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യും? നമ്മൾ 1 lakh ഇൻറ്റു 0.4/100, നമുക്ക് 400 രൂപ കിട്ടി. ലാസ്റ്റ് കോളത്തിൽ 400 രൂപ, അതിൻ്റെ ഉത്തരം കിട്ടി. ദെൻ സബ് സ്റ്റാൻഡേർഡ് അസറ്റിൽ സെക്യൂർഡ് 10,000, അൺസെക്യൂർഡ് 3,000. നമുക്കറിയാം സെക്യൂർഡിന് നമ്മൾ 15% കൊടുക്കുന്നത്, അൺസെക്യൂർഡിൻ്റെ റേറ്റ് 25%. അപ്പോൾ സെക്യൂർഡിൻ്റെ നേരെ 10,000 ഇൻറ്റു 15%, 1,500.
അൺസെക്യൂർഡിൻ്റെ നേരെ 3000 ഇൻറ്റു 25% 750. അടുത്തത് ഡൗട്ട്ഫുൾ അപ് ടു 1 ഇയർ 7000 നമുക്കറിയാം എന്താണ് സെക്യൂർഡ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 25% 7000 ഇൻറ്റു 25% 1750. 1 to 3 ഇയർ ആണെങ്കിൽ 4000 തന്നേക്കണേ, 40% 4000 ഇൻറ്റു 40% 1600. ദെൻ മോർ ദാൻ 3 ഇയർ 100% ആണ്. അത് സെക്യൂർഡ് ആയാലും അൺസെക്യൂർഡ് ആയാലും 100% ആണ്. ലോസസ് ഇറ്റും 100% ആണ്. അപ്പോൾ മോർ ദാൻ 3 ഇയർ 2000 ആണ്. അപ്പോൾ 100% എന്ന് പറഞ്ഞാൽ ഫുൾ എമൗണ്ടും പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യും. 100% എന്ന് പറയുമ്പോൾ ഫുൾ എമൗണ്ട് എടുക്കണം. ലോസസ് സെറ്റ് 5000 ആണ്. 100% എന്ന് പറയുമ്പോൾ 5000 മൊത്തം എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, ആ എമൗണ്ട് ഓഫ് പ്രൊവിഷൻ എന്നുള്ള കോളത്തിൽ എല്ലാ എമൗണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ പ്രൊവിഷൻ റിക്വയർഡ് എത്ര കിട്ടും? 13000. നെക്സ്റ്റ് പ്രോബ്ലം നോക്കിയേ. ഇതിൽ സ്റ്റാൻഡേർഡ് അസെറ്റ് തന്നിട്ടുണ്ട്, സബ് സ്റ്റാൻഡേർഡ്, സെക്യൂർഡ്, അൺസെക്യൂർഡ് തന്നിട്ടുണ്ട്. ഡൗട്ട്ഫുള്ളിൻ്റെ 3 കേസിൻ്റെയും സെക്യൂർഡ് അൺസെക്യൂർഡും തന്നിട്ടുണ്ട്, ലോസ് അസെറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്റ്റാൻഡേർഡ് അസെറ്റ് 90 ലക്ഷമാണ്. അതിൻ്റെ 0.4%. അപ്പോൾ 90 ലക്ഷം ഇൻറ്റു 0.4/100 36,000. ഇനി സബ് സ്റ്റാൻഡേർഡ് ആണെങ്കിലോ സെക്യൂർഡ് 60 ലക്ഷവും അൺസെക്യൂർഡ് 5 ലക്ഷമാണ്. അപ്പോൾ 60 ലക്ഷത്തിൻ്റെ 15% കണ്ടുപിടിച്ചെഴുതി, 5 ലക്ഷത്തിൻ്റെ 25% കണ്ടുപിടിച്ചെഴുതി. ഇനി ഡൗട്ട്ഫുൾ ഡെറ്റ് ആണെങ്കിലോ അപ് ടു 1 ഇയർ സെക്യൂർഡ് 20 ലക്ഷവും അൺസെക്യൂർഡ് 2 ലക്ഷമാണ്. അപ്പോൾ 20 ലക്ഷത്തിന് 25% നമ്മൾ കണ്ടുപിടിച്ചു. നമുക്കറിയാം അൺസെക്യൂർഡ് ഡൗട്ട്ഫുൾ അസറ്റ്സിൽ അൺസെക്യൂർഡ് വന്നിട്ടുണ്ടെങ്കിൽ 100%, അത് 100% എഴുതി. 1 ഇയർ ടു 3 ഇയറിൽ സെക്യൂർഡ് 6 ലക്ഷമാണ്, അതിന് 40% കണ്ടുപിടിച്ചു, അതിൻ്റെ എമൗണ്ട് എഴുതി. അൺസെക്യൂർഡ് 1 lakh ആണ്, അതിൻ്റെ 100% കണ്ടുപിടിച്ചു, ഫുൾ എമൗണ്ട് എഴുതി. ഇനി മോർ ദാൻ 3 ഇയറിൽ സെക്യൂർഡും അൺസെക്യൂർഡും തന്നിട്ടുണ്ട്. മോർ ദാൻ 3 ഇയർ ആണെങ്കിൽ സെക്യൂർഡ് ആയാലും അൺസെക്യൂർഡ് ആയാലും 100% ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ 40,000, അതിൻ്റെ 100% എന്ന് പറഞ്ഞാൽ ഫുൾ എമൗണ്ട് 40,000 എടുത്തെഴുതി. പിന്നെ അൺസെക്യൂർഡ് 10,000, അത് എന്ത് തന്നെ 100% ഉണ്ട്, അതും 10,000 എഴുതി. ലോസ് അസെറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 30,000, അതും 100% ആണ്. അപ്പോൾ ഫുൾ എമൗണ്ട് എഴുതി. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ സ്റ്റാൻഡേർഡ്, സബ് സ്റ്റാൻഡേർഡ്, ഡൗട്ട്ഫുള്ളിൻ്റെ ഒക്കെ നമ്മൾക്ക് പ്രൊവിഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ പെർസെൻറ്റേജ് വെച്ച്, അതെല്ലാനും കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 21,81,000 പ്രൊവിഷൻ കിട്ടും. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് പഠിക്കുക. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്.